ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ബർഗർ വീട്ടിൽ എങ്ങനെ ഈസി ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒരു 350 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 മുട്ട ഇഷ്ടമില്ലാതെ ഇത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുട്ടയില്ലാതെയും ബർഗർ ഉണ്ടാക്കാം. ഇനി 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ തരത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 400 ഗ്രാം ഈസ്റ്റ് ഇതുപോലെ തരിയായിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കണം, എന്നാലേ നല്ലോണം പൊങ്ങി വരും. അതുപോലെ ഈ ഒരു സ്പൂണ് 3 സ്പൂണ് പഞ്ചസാര, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പാൽ ഉപയോഗിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. ആദ്യം ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം എല്ലാ ഭാഗത്തും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും വേണം, എന്നാലേ എനിക്ക് എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണേ. ഇനി കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം നല്ലോണം ഇതുപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കിതൊന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. കൈ കൊണ്ട് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതേ സൈസിൽ ബോൾസായിട്ട് എടുക്കണം. ഈ ഒരു മാവ് വെച്ചിട്ട് ഒരു 5 ബോൾസെങ്കിലും ഉണ്ടാവും. ഒരു 5 ബന്ന് ഉണ്ടാക്കാനുള്ള മാവുണ്ട് ഇത്. ഇനി നമുക്കിതൊന്ന് റൗണ്ടായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ തടവിയതിന് ശേഷം ഈ ബോൾസ് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓയിൽ തടവിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബന്നാന നമുക്ക് വീട്ടിൽ ഈസിയായി ഉണ്ടാക്കാൻ പറ്റും. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ബേക്കറിയിലൊന്നും പോയിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ബന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണിത്. എല്ലാവരും ഇത് നോക്കി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബന്ന്. ഇതുപോലെ എല്ലാം ഉരുട്ടിയതിന് ശേഷം
കുക്കറിൽ വെച്ചാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കർ അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 10-15 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്ത് ശേഷം ബന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓവൻ്റെ ആവശ്യമൊന്നുമില്ല, കുക്കറിൽ തന്നെ നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എല്ലാം പരത്തി ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് കുറച്ചും കൂടി നല്ലോണം പൊങ്ങി വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കിതൊന്ന് പൊക്കി നോക്കാം. ഇപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടേൻ്റെ യെല്ലോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തടവി കൊടുത്താൽ നല്ല കളറുണ്ടാവും ബന്ന്. ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നല്ലോണം ഒന്ന് മേലെ തടവി ഇട്ട് കൊടുക്കുക. എല്ലാ ബന്നിൻ്റെ മേലെ നല്ലോണം ഒന്ന് തടവി ഇടുക. അതിനുശേഷം വെളുത്തി എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാ ബന്നിൻ്റെ മേലെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെക്കാം. കുക്കർ ഞാനൊരു 10-15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സൂക്ഷിച്ച് വെക്കണം, കൈ കുക്കറിൽ തട്ടാണ്ട് വെച്ച് കൊടുക്കണം. ഇനി ഇത് മൂടി വെക്കാം. മൂടി വാഷർ ഇടണ്ട കേട്ടോ, അതുപോലെ വിസിൽ വിടണ്ട. ഒരു 40-45 മിനിറ്റ്സ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ അത്രയും സമയം വേണ്ടി വരും. നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുന്ന അതേ ടൈമിൽ തന്നെ ബന്നാണ്. ഇപ്പോൾ ബന്ന് ഇതാ നല്ല റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. നല്ല കടയിലുള്ള അതേ ബന്ന് മാതിരി തന്നെ കാണാൻ നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ള വെക്കേണ്ട പാൻറ്റീസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ പാൻറ്റീസാണ് തയ്യാറാക്കുന്നത്. ആദ്യം സ്റ്റവ് ഓണാക്കി കടായി വെച്ചതിന് ശേഷം 2 സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പാൻറ്റീസും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതും ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ക്യാരറ്റ് ഇതുപോലെ ചീവി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം കേട്ടോ. പട്ടാണി ഉണ്ടെങ്കിൽ അതിടാം, ബീൻസ്. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഈ ക്യാരറ്റിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ കേട്ടോ. പിന്നെ ഇതേ സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡർ അതും ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാം.
പിന്നെ പൊടിച്ച കറിവേപ്പിലപ്പൊടി അതും ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മല്ലിയില അതും ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ലോണം വെന്ത ഉരുളക്കിഴങ്ങ് ആയിരിക്കണം കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിടണം. പിന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നവരെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ നല്ല ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായി ചുറ്റിയെടുത്തതിന് ശേഷം കയ്യിലിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്യും. റൗണ്ട് ബന്നിൻ്റെ അതേ വലിപ്പത്തിൽ ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നല്ലോണം ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഇതുപോലെ നല്ല എല്ലാ ഭാഗത്തും ആകുന്നവരെ ഉരുട്ടിയതിന് ശേഷം കയ്യിലമർത്തി വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ഉരുളകളും ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന അതേമാതിരി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ ഓണാക്കി പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നിറയെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡും തിരിച്ചിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ പാറ്റീസ് എല്ലാം റെഡിയായി. നമുക്ക് ഇതുപോലെ ബർഗർ രണ്ടായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ സ്ലൈസായി വെട്ടിയെടുത്തത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നിങ്ങളടുത്ത് ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജും വെച്ച് കൊടുക്കാം. പിന്നെ ഉള്ളി ഇതുപോലെ റൗണ്ടായി വെട്ടിയെടുക്കാം. പിന്നെ ഇത് വെള്ളരി, അതും ഇതുപോലെ റൗണ്ടായി എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വെജിറ്റബിൾ പാറ്റീസ്, പിന്നെ ചീസ് ഇതുപോലെ ഷീറ്റാണ് കേട്ടോ. എല്ലാം വെച്ചതിന് ശേഷം മേലെ ഒരു വെള്ളരി ഇതുപോലെ വെച്ച് ഒരു ടൂത്ത് പിക്കും എടുത്ത് കുത്തി വെക്കാം.
ഇതുപോലെ. അങ്ങനെ നമ്മുടെ ബർഗർ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.